കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഭഗവതി ദേവിയുടെ വളരെ പ്രായം ചെന്ന ഒരു ഭക്തി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. അവരുടെ പേരക്കുട്ടിയുടെ പേര് രേഖ എന്നായിരുന്നു. രേഖ സ്വഭാവത്താൽ വളരെ അഹങ്കാരിയായിരുന്നു. അവൾ മുത്തശ്ശിയെ കളിയാക്കുകയും എപ്പോഴും പരുഷമായി സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ നാരായണി ദേവി നാരായണി ലക്ഷ്മി നാരായണി ഭദ്രനാരായണിയാണ്. ദേവി ചോട്ട നിഗിർ ദേവിയാണ്. അമ്മേ, എന്റെ കുട്ടിക്ക് ജ്ഞാനം നൽകണമേ. അവൻ വളരെ അഹങ്കാരിയാണ്. അമ്മേ, അവൻ ഒരു മാതൃകയായി മാറുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭക്തി അവസാനിക്കും. അമ്മേ, ദയവായി അവന് കുറച്ച് ജ്ഞാനം നൽകി അവനെ സംരക്ഷിക്കുക. അവനെ നിങ്ങളുടെ സംരക്ഷണത്തിൽ സൂക്ഷിക്കുക. അമ്മേ, അവനെ നിങ്ങളുടെ സംരക്ഷണത്തിൽ സൂക്ഷിക്കുക. അപ്പോഴാണ് രേഖ എത്തുന്നത്. മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് അവൾ കാണുന്നു. മുത്തശ്ശി അവളെ കളിയാക്കുന്നു. മുത്തശ്ശി, നീ എപ്പോഴും ഈ ഫോട്ടോയുടെ മുന്നിൽ ഇരിക്കാറുണ്ടോ? വേറെ പണിയൊന്നുമില്ലേ? ഇതൊരു ഫോട്ടോയാണ്. അതൊന്നും ഒന്നുമല്ല. ദേവീദേവന്മാരെ, ഇതെല്ലാം ഒന്നുമല്ല. ഇതെല്ലാം വെറുതെയാണ്. ഇതൊന്നും ചെയ്യരുത്. മോഡൽ ബാനോ, കാലത്തിനനുസരിച്ച് ജീവിക്കൂ. നോക്കൂ മകളെ, നീ എന്നെ വിശ്വസിക്കുന്നില്ല. എന്നെ വിശ്വസിക്കുന്നില്ല. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഭഗവതി ദേവി എന്റെ എല്ലാ കഷ്ടപ്പാടുകളും നീക്കി. മുത്തശ്ശി, നീ ഇന്നും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പോകൂ മകളെ, ഞാൻ വിശ്വസിക്കുന്നത് നീ വിശ്വസിക്കുന്നില്ല. പക്ഷേ നീ പോകൂ. രേഖ സ്കൂളിൽ നിന്ന് വരുമ്പോഴെല്ലാം അവൾ ഒരു പഴയ സെമിത്തേരിയിലൂടെയാണ് വരുന്നത്. പഴയ സെമിത്തേരിയിൽ ഒരു ശവക്കുഴി ഉണ്ടായിരുന്നു. ആൽബർട്ട് ഫെർണാണ്ടസിന്റെ ശവക്കുഴിയിലെ പ്രേതം രേഖയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അന്ന് രേഖ രാത്രി ഉറങ്ങുമ്പോൾ ആൽബർട്ട് ഫെർണാണ്ടസിന്റെ പ്രേതം അവളുടെ മുറിയിലേക്ക് ഓ രേഖ, ഞാൻ നിന്നെ വിടില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ വിടില്ല രേഖ, ഞാൻ നിന്നെ വിടില്ല. ഞാൻ നിന്നോടൊപ്പം എല്ലാ സമയത്തും, ഓരോ നിമിഷവും, എല്ലാ സമയത്തും ഉണ്ടാകും. ഞാൻ നിന്നെ വിടില്ല. ഞാൻ നിന്നെ വിടില്ല. ഞാൻ നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകും രേഖ. അമ്മേ, എന്നെ രക്ഷിക്കൂ. എനിക്ക് എങ്ങനെ തോന്നുന്നു? അമ്മേ, എന്നെ രക്ഷിക്കൂ. അമ്മേ, എന്നെ രക്ഷിക്കൂ. അമ്മേ, എന്നെ രക്ഷിക്കൂ. എനിക്ക് എങ്ങനെ തോന്നുന്നു? അമ്മേ, എന്നെ രക്ഷിക്കൂ. അമ്മേ, എന്നെ രക്ഷിക്കൂ. അമ്മേ, എന്നെ രക്ഷിക്കൂ. എനിക്ക് എങ്ങനെ തോന്നുന്നു? അമ്മേ, എന്നെ രക്ഷിക്കൂ. അമ്മേ, എന്നെ രക്ഷിക്കൂ. അമ്മേ, എന്നെ രക്ഷിക്കൂ. ഓ രേഖ, ഞാൻ നിന്നെ വിടില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ കൂടെ. മകൾ രേഖയ്ക്ക് എന്ത് സംഭവിച്ചു? എന്തിനാണ് അവൾ ഇങ്ങനെ അലറുന്നത്? ഹേ വൃദ്ധ, ഞാൻ രേഖയല്ല. ഞാൻ ആൽബർട്ട് ഫെർണാണ്ടസിന്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നു. അവളെ എന്നോടൊപ്പം കൊണ്ടുപോകും. ഞാൻ അവളെ എവിടെയും ഉപേക്ഷിക്കില്ല. ഞാൻ അവളെ എന്നോടൊപ്പം കൊണ്ടുപോകും. ഇല്ല, എന്റെ മകളോട് നിനക്കിത് ചെയ്യാൻ കഴിയില്ല. നീ ആരാണ്? അമ്മ ഭഗവതി ദേവി. ഭഗവതി, എന്നെ സംരക്ഷിക്കൂ. അമ്മ, എന്നെ സംരക്ഷിക്കൂ. അമ്മ, എന്നെ സംരക്ഷിക്കൂ. പിന്നെ പിറ്റേന്ന് അവളുടെ മുത്തശ്ശി അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലെത്തിയ ശേഷം അവൾ പണ്ഡിറ്റിനോട് എല്ലാം വിശദമായി പറയുന്നു. സ്വാമിജി, ഇന്നലെ രാത്രി എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് അവളുടെ ശബ്ദം മാറി. അവൾ ഒരു പുരുഷനെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. സ്വാമിജി, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സഹോദരി, അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ ഒരു പ്രേതത്തിന് ഇരയായി. നിങ്ങളുടെ ചെറുമകൾ ഒരു പ്രേതത്തിന് ഇരയായി. അവളെ ദേവി ഭഗവതിയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുക. അത്തരം പ്രേതങ്ങളെ സുഖപ്പെടുത്തുന്നത് ദേവി ഭഗവതിയുടെ കൈകളിൽ മാത്രമാണ്. നിങ്ങൾ അവളെ ദേവി ഭഗവതി ചോറ്റാനിക്കാരി അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുക. അവൾ അവിടെ സുഖപ്പെടും. അവളെ ദേവി ഭഗവതിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക.
അതെ, അവളെ അവിടെ കൊണ്ടുപോകുക. രേഖ, വരൂ മകളെ. വരൂ വൃദ്ധയെ, നീ എന്നെ ഭഗവതി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നെ ഭഗവതി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയാൽ ഞാൻ നിന്നെയും നിന്റെ മകളെയും കൊല്ലും. നീ മാത്രമല്ല, നീ പോകും. എന്റെ മകളുടെ ശരീരവും ഉപേക്ഷിക്കും, പ്രേതാത്മാവേ. ഭഗവതി മാതാവേ, എന്റെ മകളെ സുഖപ്പെടുത്തണമേ. അമ്മേ, അമ്മേ, നാരായണി ദേവി, നാരായണി ലക്ഷ്മി, നാരായണി, ഈ രാക്ഷസനിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അപ്പോൾ ഭഗവതി ദേവി പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. ഓ വാമ്പയർ, ഈ നിഷ്കളങ്കയായ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോകൂ. ഞാൻ പോകില്ല. ഞാൻ അവസാനമായി നിന്നോട് പറയുന്നു, നീ പോകൂ, അല്ലെങ്കിൽ എന്നേക്കാൾ മോശമായ അവസ്ഥ മറ്റാരുമില്ല. ഇല്ല, ഞാൻ പോകില്ല. അവൻ പോയില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോ, അത് പോകുമോ ഇല്ലയോ? ഭഗവതി ദേവി, ഭഗവതി, ഞാൻ പോകുന്നു. അമ്മേ, ഞാൻ പോകുന്നു. ദേഷ്യപ്പെടരുത്. ഞങ്ങളുടെ അമ്മ നാരായണി ദേവി, നാരായണി ലക്ഷ്മി, നാരായണി ഭദ്രേ, നാരായണി ഞങ്ങളോട് ക്ഷമിക്കും. नारायण अम्मे नारायण देवी नारायण अम्मे मुझे मुक्त करो माँ, मुक्त करो।